ഹലോ ഗായ്സ്, അപ്പോൾ KL44 മല്ലൂസിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിലെ പ്രഗ്നൻസി, നമ്മുടെ UK പ്രഗ്നൻസി മാനേജ്മെൻറ്റ് ഒന്ന് കമ്പയർ ചെയ്താലോ എന്ന്. അപ്പം ഞാൻ നാട്ടിലെ ലേബർ റൂമിലൊക്കെ വർക്ക് ചെയ്ത എൻ്റെ എക്സ്പീരിയൻസും ഇവിടെ നമ്മൾ മെറ്റേണിറ്റി വിങ്ങിൽ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസൊക്കെ വെച്ച് നമുക്കൊന്ന് കമ്പയർ ചെയ്തൊന്ന് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നാട്ടിലാണെങ്കിലും UK നമുക്ക് ഒരു കുഴപ്പമില്ല, അതങ്ങ് നോർമലായിട്ട് തന്നെ പൊക്കോളും. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം പ്രഗ്നൻസിയിൽ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവാമല്ലോ. അപ്പോൾ ആ പ്രശ്നങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ എങ്ങനെ അത് മാനേജ് ചെയ്യും, നമ്മുടെ ഇവിടെ എങ്ങനെ മാനേജ് ചെയ്യും, അതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രഗ്നൻസീനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ ആദ്യത്തെ 3 മാസം, സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ പിന്നെയുള്ള 3 മാസം, ലാസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് 3 മാസമാണ്. അങ്ങനെ പ്രഗ്നൻസി 3 ട്രൈമസ്റ്ററായിട്ട് തിരിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൊമിറ്റിംഗ് വരാം, മിസ്കാരേജ് വരാം, പിന്നെ എക്ടോപിക് പ്രഗ്നൻസി വരാം, അബ്ഡോമിനൽ പെയിൻ വരാം, പിന്നെ സ്പോട്ടിങ് ആൻഡ് ബ്ലീഡിങ്. ഇത് ഒരു നോർമൽ പ്രഗ്നൻസി ആണെങ്കിലും ചിലർക്കൊക്കെ സ്പോട്ടിങ്ങും ബ്ലീഡിങ്ങും എല്ലാം ഉണ്ടായിന്ന് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിലാണെങ്കിൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വലിയ കാര്യമാണല്ലേ. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഡോക്ടർ നമുക്ക് സ്കാനിങ് ഒക്കെ ചെയ്യും, പിന്നെ നമുക്ക് പ്രൊജിസ്ട്രോൺ ടാബ്ലറ്റ് ഒക്കെ തരും. അത് നമ്മൾ ആ പ്രൊജിസ്ട്രോൺ ടാബ്ലറ്റ് ഡോക്ടർ പറയുന്നവരെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകും. ചിലർ പ്രഗ്നൻസി ലാസ്റ്റ് വരെ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നവരും ഉണ്ട്. പിന്നെ ചിലർക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്ലീഡിങ്ങിൻ്റെയൊക്കെ എല്ലാം അനുസരിച്ച് ചിലപ്പോൾ ഡോക്ടേഴ്സ് പ്രൊജിസ്ട്രോൺ ഇഞ്ചക്ഷൻ ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ നമുക്കറിയാം ബെഡ് റെസ്റ്റ്, അത് നമ്മുടെ പ്രഗ്നൻസിയുടെ കൂടപ്പിറപ്പെന്ന് തന്നെ പറയാം അല്ലേ. അപ്പോൾ നമുക്ക് ബെഡ് റെസ്റ്റൊക്കെ ആയിട്ട് നമ്മുടെ പ്രഗ്നൻസി അങ്ങനെ മുന്നോട്ട് പോകും. പക്ഷേ ഇവിടെ നമുക്ക് ഏർലി പ്രഗ്നൻസി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് നമ്മൾ മെറ്റേണിറ്റി വിങ്ങിൽ. അപ്പോൾ നമ്മൾ അപ് ടു 16 വീക്സ് വരെ ഉള്ളവർ ഏർലി പ്രഗ്നൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു ബ്ലീഡിങ്ങോ സ്പോട്ടിങ്ങോ ഒക്കെ ആയിട്ട് നമ്മൾ ഏർലി പ്രഗ്നൻസിയിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നമുക്ക് സ്കാനിങ് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ സ്കാനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവർ എല്ലാവർക്കും സ്കാനിങ് ഒന്നും ചെയ്യത്തൊന്നുമില്ല കേട്ടോ. അത് ഇപ്പോൾ അവർ നോക്കിയിട്ട് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കാനിങ് ചെയ്യും. അപ്പോൾ നമുക്ക് ബ്ലീഡിങ്ങും സ്പോട്ടിങ്ങും ഒക്കെ ആയിട്ട് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലീഡിങ് ഒക്കെ അനുസരിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു 90% പ്രഗ്നൻസിയിലും നമ്മുടെ ഇവരെ സ്കാൻ ചെയ്യാറുണ്ട് കേട്ടോ. ബ്ലീഡിങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഏർലി പ്രഗ്നൻസിയിൽ ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയും, അതായത് CNS, അവരാണ് ഈ സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ അവർ ട്രയാജൊക്കെ ചെയ്തിട്ട് നമ്മൾ സ്കാൻ ചെയ്യാനായിട്ട് കൊണ്ടുപോയി സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് മിസ്കാരേജ് ആയിരിക്കാം. അവർ അപ്പോൾ തന്നെ പറയൂ കേട്ടോ, അതായത് സോറി ഫോർ ദ പ്രഗ്നൻസി ലോസ്. ഇവിടെ നമുക്കറിയാലോ, നമ്മൾ എല്ലാ കാര്യങ്ങളും ഇവിടെ ഒളിച്ചു വെക്കലും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഡയറക്റ്റായിട്ട് നമ്മൾ നേരിട്ട് തന്നെ പറയുക ചെയ്യുന്നത്. അപ്പോൾ അവരോട് അവരെ ആശ്വസിപ്പിച്ച് നമ്മൾ അവരോട് പറഞ്ഞ് അവർ ക്വയറ്റ് റൂമുണ്ട്, അവരെ നമ്മൾ അവിടെ കൊണ്ടുപോയി ഇരുത്തി. ചിലർ റിയാക്ട് ചെയ്യുന്ന ഭയങ്കരമായിട്ട് കരയും. നമുക്കറിയാം, നമുക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയാണ് നമ്മൾ ഒരു മിസ്കാരേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവർക്കൊരു ക്വയറ്റ് റൂമൊക്കെ പ്രൊവൈഡ് ചെയ്ത് നമ്മൾ അവിടെ അവരെ സമാധാനിപ്പിച്ച് അവിടെ കൊണ്ടുപോയി ഇരുത്തും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മിസ്കാരേജ് ആണെന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻസ് കൊടുക്കും. അതായത് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മെഡിക്കൽ മാനേജ്മെൻറ്റ്, അതായത് ആ മിസ്കാരേജിന് മെഡിക്കൽ ഹോം മാനേജ്മെൻറ്റ് എന്ന് പറയും. അത് ഒന്നില്ലെങ്കിൽ ചെയ്യാം. അതായത് നമ്മൾ അവരെ ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ ലാബിലോട്ട് സെൻഡ് ചെയ്തിട്ട് അവരുടെ കൺസെൻ്റൊക്കെ മേടിച്ചിട്ട് നമ്മൾ അവരെ വീട്ടിൽ വിടും. എന്നിട്ട് നമ്മളൊരു ദിവസം അവർക്ക് കൊടുക്കും. ആ ദിവസം അവരോട് വരാൻ പറയും. അപ്പോൾ വരുന്നതിന് മുമ്പ് നമ്മൾ അവരുടെ HB ലെവൽ, അതായത് അവർക്ക് ബ്ലീഡിങ് ഒരുപാട് ഉണ്ടാവാമല്ലോ, അപ്പോൾ അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. അവരുടെ HB ലെവലൊക്കെ നമ്മൾ നോക്കി അത് സേഫ് ആണോ എന്നൊക്കെ നമ്മൾ നോക്കി വെക്കും. അതുപോലെ എല്ലാ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്ത് വെച്ചിട്ട് നമ്മൾ അവർക്ക് ബ്ലഡും അറേഞ്ച് ചെയ്ത് വെക്കും. ഇൻ കേസ് ഒരു ബ്ലീഡിങ്ങോ കാര്യങ്ങളോ വന്നാൽ നമുക്ക് അവർക്ക് ബ്ലഡ് കൊടുക്കേണ്ടതായി വന്നു കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ എല്ലാം സെറ്റാക്കി വെക്കും. എന്നിട്ട് നമ്മൾ അവരെ വീട്ടിൽ വിടും. അപ്പോൾ അവരത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന ദിവസം അവർ വരും. വന്നു കഴിഞ്ഞിട്ട് നമ്മൾ മീസോപ്രോസ്റ്റാണ്, അതായത് ഓരോ വീക്സ് അനുസരിച്ച് വ്യത്യാസമുണ്ട്. അപ് ടു 9 വീക്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ മീസോപ്രോസ്റ്റ്, അല്ലെങ്കിൽ 12 വീക്സ് വരെയാണെങ്കിൽ മീസോ, അങ്ങനെ പല മാനേജ്മെൻറ്റിൽ വ്യത്യാസമുണ്ട്. ടാബ്ലറ്റ് നമ്മൾ വെച്ചിട്ട്, അതായത് അന്ന് തന്നെ വീട്ടിൽ പോകട്ടോ. നമ്മൾ പേഷ്യൻ്റ് വന്ന് വൈറ്റൽ സയൻസ് ഒക്കെ നോക്കി നമ്മൾ അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, എങ്ങനെയാണ് കാര്യങ്ങളെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് ടാബ്ലറ്റൊക്കെ വെച്ച് അവരെ സമാധാനിപ്പിച്ച് എല്ലാം ചെയ്ത്
എല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് അരമണിക്കൂറൊക്കെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യിക്കും. എല്ലാം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവർക്ക് വീട്ടിൽ പോവാം. അപ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞു വിടും, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒരുപാട് മിസ്കാരേജ് ആകുമ്പോൾ പ്രഗ്നൻസി എക്സ്പെൽ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പെയിൻ ഉണ്ടായേക്കാം. ബ്ലീഡിങ് ഒരുപാടാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇവിടെ പറയണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 അവറിൽ 4 പാഡ് ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് ഹെവി ബ്ലീഡിംഗ് എന്ന് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് 99 വിളിച്ചിട്ട്, അതായത് ഇവിടെ എമർജൻസി നമ്പർ 999 ആണ്. അത് വിളിച്ചിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോകണം. അത് നിങ്ങൾക്ക് ആപത്താണ്, നമ്മുടെ ലൈഫ് ത്രെട്ടണിങ് ആണെന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി അവർ വിടും. അപ്പോൾ അവരങ്ങനെ മാനേജ് ചെയ്ത് പോകും. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ സർജിക്കൽ മാനേജ്മെൻറ്റ്. അത് അവർക്ക് നമ്മൾ 2 ചോയ്സ് കൊടുക്കും. ഒന്ന് മെഡിക്കൽ മാനേജ്മെൻറ്റ്, ഒന്ന് സർജിക്കൽ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ അവർക്ക് ഓപ്റ്റ് ചെയ്യാം ഏതാ വേണ്ടതെന്നുള്ളത്. സർജിക്കൽ മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് ഇവാക്വേഷൻ ചെയ്ത് കളയും. ഇവാക്ക് എന്ന് പറയുന്നത്, ഇവാക്ക് ചെയ്ത് പ്രഗ്നൻസി കളയും. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെയിം DNC എന്ന് പറയും. ആ ഒരു ലെവലിൽ അങ്ങനെ പോകും. അപ്പോൾ ഈ സെയിം തന്നെ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ മാനേജ്മെൻ്റ് ഒക്കെ ഏകദേശം ശരിയാണ്. ഈ സെയിം തന്നെ വരും. നമ്മൾ മീസോപ്രോസ്റ്റാണ് കൊടുക്കുന്നത്. അത് നമ്മൾ ഡോക്ടർ തീരുമാനിക്കും. ഡോക്ടർ തീരുമാനിച്ചിട്ട് മീസോ കൊടുത്ത് നമ്മൾ വീട്ടിൽ വിടും കേട്ടോ. വീട്ടിൽ വിടത്തില്ല. മീസോ ഒന്നില്ലെങ്കിൽ ഓറലാണെന്നുണ്ടെങ്കിൽ ഓറൽ കഴിക്കാൻ പറഞ്ഞ് നമുക്ക് വിടാം. അത് എത്ര വീക്സ് ആണെന്നനുസരിച്ച് നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് തീരുമാനിക്കും. അങ്ങനെയൊക്കെ ആണ് അവിടുത്തെ മാനേജ്മെൻറ്റ് വരുന്നത്. പിന്നെ അടുത്തൊരു ഇത് പറയുന്നത് കൂടുതൽ ഏർലി പ്രഗ്നൻസിയിൽ നിന്ന് വരുന്ന ഒരു കോംപ്ലിക്കേഷനാണ് വൊമിറ്റിങ്. വൊമിറ്റിംഗ് ആണെങ്കിൽ നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിൽ തന്നെയാണെങ്കിലും എല്ലാം സെയിം മാനേജ്മെൻറ്റ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻ സ്റ്റെംറ്റിലൊക്കെ, ഇപ്പോൾ എൻ്റെ ട്രസ്റ്റിലെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്, എനിക്കറിയാവുന്ന കാര്യങ്ങൾ. ഇഞ്ചക്ഷൻ സ്റ്റെംറ്റിൽ IM കൊടുത്തിട്ട് നമ്മൾ പേഷ്യൻ്റ് അവിടെ ഇരുത്തിയിട്ട് നമ്മൾ ഒരു 2 പൈൻറ്റ് ഫ്ലൂയിഡ് ഇടും. ഫ്ലൂയിഡ് ഇട്ട് പേഷ്യൻ്റ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയിട്ട് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും. എന്നിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ വീട്ടിൽ വിടും. നാട്ടിലാണെങ്കിലും അത് സെയിം തന്നെയാണ്. നമ്മൾ ഹൈഡ്രേഷനാണ് വേണ്ടത് വൊമിറ്റിങ്. അപ്പോൾ നമ്മൾ ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് ഫ്ലൂയിഡൊക്കെ ഇട്ട് വീട്ടിൽ വിടും. സെയിം തന്നെ മാനേജ്മെൻ്റാണ് വരുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത് എക്ടോപിക് പ്രഗ്നൻസി. എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രഗ്നൻസി അതർ ദാൻ ദ യൂട്രസ്, അതായത് യൂട്രസിൻ്റെ എവിടെയെങ്കിലും അല്ലാതെ, യൂട്രസിലല്ലാതെ എവിടെയെങ്കിലും, അതായത് ട്യൂബിലാവാം. കൂടുതൽ വരുന്നത് ഫലോപ്പിയൻ ട്യൂബിലാണ്. അപ്പോൾ അങ്ങനെ വരുന്ന പ്രഗ്നൻസിയാണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്ടോപിക് പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പേഷ്യൻസൊക്കെ വരുമ്പോൾ തന്നെ ചിലപ്പോൾ ചിലർക്ക് ചെറിയ സ്പോട്ടിങ് ഉണ്ടാവും, ഭയങ്കരമായിട്ട് വയറുവേദന ഉണ്ടാവും, അബ്ഡോമിനൽ പെയിൻ ആയിരിക്കും ഇവർ പറയുന്ന കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രഗ്നൻസി യൂട്രസിൽ കാണാനുണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് എക്ടോപിക്, അതായത് പ്രഗ്നൻസി അൺനോൺ ലൊക്കേഷൻ എന്ന് പറയും നമ്മളിവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ. അൺനോൺ ലൊക്കേഷൻ എന്ന് വെച്ചാൽ എവിടെയാണെന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പോൾ നമ്മൾ അവരോട് നമുക്ക് അവരുടെ ബീറ്റാ SCG പ്രോജസ്ട്രോണൊക്കെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് വിടും. അതായത് എന്നിട്ട് അവരോട് നമ്മൾ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ വരാൻ പറഞ്ഞ് അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് അവർ വരേണ്ടി വരും നമുക്കത് കൺഫേം ചെയ്യാനായിട്ട്. പിന്നെ നമ്മളത് എക്ടോപിക് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്തോട്രെക്സേറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവരോട് മെഡിക്കൽ മാനേജ്മെൻ്റ് ആണ് എക്ടോപിക്കിൻ്റെ. അപ്പോൾ അവരോട് നമ്മൾ പറയും മെത്തോട്രെക്സേറ്റ് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് ഓക്കെ ആണോ എന്നൊക്കെ പറഞ്ഞ്. മെത്തോട്രെക്സേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കീമോ മെഡിസിനാണ്, നമ്മൾ ഓങ്കോളജിയിലൊക്കെ ഉപയോഗിക്കുന്നത്. അത് നമ്മളിവിടെ മാനേജ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കൊടുത്തിട്ട് നമ്മൾ പേഷ്യൻറ്റിന്, ചിലപ്പോൾ പേഷ്യൻ്റ് വില്ലിങ് ആയിരിക്കില്ല കേട്ടോ ഇഞ്ചക്ഷൻ ഒന്നും എടുക്കാനായിട്ട്. അപ്പോൾ അവർ വീട്ടിലൊക്കെ പോയി പിന്നെ നമ്മൾ പറയും ലൈഫ് ത്രെട്ടനിങ് കാര്യമാണ്, ഇങ്ങനെയൊക്കെ വരാം, വയറുവേദന കൂടുതലാണെങ്കിൽ എന്നിൽ പോകണം അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയും. പിന്നെ ചിലരൊക്കെ അതായത് എക്ടോപിക് റപ്ചറായിട്ട് വരാറുണ്ട് കേട്ടോ, ഭയങ്കര പെയിനായിട്ട് ഇതായി പെട്ടെന്ന് അങ്ങനെയൊക്കെ വന്ന പേഷ്യൻ്റാണെന്ന് റപ്ചറാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ നമ്മൾ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ എയർലി പ്രഗ്നൻസിയിലാണെന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ പേഷ്യൻ്റ് തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതിപ്പോൾ എക്ടോപിക് മാത്രമല്ല, മിസ്കാരേജ് ആണെങ്കിലും നമ്മളിവിടെ ഏർലി പ്രഗ്നൻസിയിൽ വരുമ്പോൾ ചിലപ്പോൾ പേഷ്യൻസൊക്കെ ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ആയിട്ട് വരാം മിസ്കാരേജ് ആയിട്ട്. അപ്പോൾ അങ്ങനെ ഹെവി ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡൊക്കെ വിട്ട് HB ഒക്കെ ചിലപ്പോൾ ഡ്രോപ്പ് ആവും, എല്ലാം ബ്ലഡൊക്കെ അറേഞ്ച് ചെയ്ത് പെട്ടെന്ന് എമർജൻസി ഈ വാക്കിന് വേണ്ടിയിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ തിയേറ്ററിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങ് നടന്നു പോകും. പിന്നെ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടിലെ നാട്ടിൽ നിന്ന് വരുന്ന പേഷ്യൻസും പിന്നെ ഇപ്പോൾ വേറെ പാകിസ്ഥാനിൽ നിന്നോ അങ്ങനെയുള്ള പേഷ്യൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസിയിൽ ചെറിയൊരു സ്പോട്ടിങ് കണ്ടാലും അവർ ആദ്യം പിടിച്ച് ഓടി വരും. ആരായാലും ഓടി വരും, നമ്മളാണെങ്കിലും.
അപ്പോൾ അവർ വന്നു കഴിഞ്ഞിട്ട് ഇത് നിർത്താൻ ഇങ്ങനെ മാറ്റാനായിട്ട്, അതായത് ബ്ലീഡിങ് നിർത്താനായിട്ട്, പ്രഗ്നൻസി പോകാതെ കാത്തു സൂക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യത്തില്ലേ എന്നുള്ള രീതിയിലാണ് ചോദിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് സ്പോട്ടിങ്ങും ബ്ലീഡിങ്ങും ആയിട്ട് വന്നാൽ സ്കാൻ ചെയ്ത് ചെറിയൊരു മിസ്കാരേജിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. ഒന്നും ഇല്ല, നിങ്ങൾ വീട്ടിൽ പൊക്കോ, എന്നിട്ട് ഒരു 1 ഹവറിൽ 4 പാഡിൽ കൂടുതൽ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരിക, എണ്ണയിൽ പോവുക എന്ന് നമ്മൾ അഡ്വൈസ് കൊടുത്ത് വിടുന്നു. അത് ശരിക്കും എനിക്കത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടപെടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇഞ്ചക്ഷനൊക്കെ പ്രൊജിസ്ട്രോണും അതൊക്കെ തന്നു വിടും. ഇവിടെ അങ്ങനെ ഒരു പരിപാടി ഇല്ല കേട്ടോ. ഇവിടെ നമ്മൾ പ്രൊജിസ്ട്രോൺ കൊടുക്കുന്നുണ്ട്. അതിന് കുറച്ച് മാൻഡേറ്ററി ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് 2 മിസ്കാരേജ് ആയ ഒരു പേഷ്യൻറ്റിന് പിന്നെ ബ്ലീഡിങ് വല്ലതും വരുവാണ് പ്രഗ്നൻസിയിൽ, അല്ലെങ്കിൽ സ്പോട്ടിങ് വരുവാണ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിൽ മാത്രമാണ്. അപ്പോൾ അവർ അതിൻ്റെ ഇത് നോക്കും, 2 മിസ്കാരേജ് ഉണ്ടോ, ബ്ലീഡിങ് ഉണ്ടോ ഈ പ്രഗ്നൻസിയിൽ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് മാത്രമാണ് പ്രൊജിസ്ട്രോൺ വജൈനൽ പെസറീസ് ആണ് കൊടുക്കുന്നത് കേട്ടോ ഇവിടെ. അത് പേഷ്യൻറ്റിന് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് പേഷ്യൻറ്റ് തന്നെ വെക്കുകയോ ചെയ്യുന്നത്, അങ്ങനെ കൊടുത്തു വിടുകയോ ചെയ്യുന്നത്. അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടൊരു വ്യത്യാസം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോൾ മലയാളി പേഷ്യൻസ് ആണെങ്കിലും അവരൊക്കെ വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇതൊന്നും ചെയ്യുന്നില്ലേ, ഇതിന് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. നാട്ടിലാണെങ്കിൽ അത് എൻ്റെയർലി ഒരു ഡിഫറൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ നാട്ടിലെ പോലെ സ്കാനിങ് ഒന്നും അങ്ങനെ ഒരുപാടൊന്നുമില്ല. ഫസ്റ്റ് സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വീക്സ് ആണ് കേട്ടോ. 12 വീക്ക് സ്കാനിങ് ആണ് ഇവിടുത്തെ ഫസ്റ്റ് സ്കാൻ. അത് ഡേറ്റിംഗ് സ്കാനാണ്. നമ്മുടെ എന്താണ് ഡേറ്റ് എന്ന് പറയും, നമ്മുടെ ഡെലിവറി ഡേറ്റ് പറയുന്ന സ്കാൻ, അതുകൊണ്ട് തന്നെ ഡേറ്റിംഗ് സ്കാൻ എന്ന് പറയും. പിന്നെ നമ്മൾ പറയുന്ന സെക്കൻഡ് സ്കാൻ എന്ന് പറഞ്ഞാൽ അനോമലി സ്കാനാണ്. അത് നമ്മൾ 20 വീക്സ് ആണ് പറയുന്നത് ഇവിടെ. ഈ 2 സ്കാനിങ് ഉള്ളൂ ഇവിടെ ആകെ. ഇപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഫസ്റ്റ് സ്കാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഗ്നൻ്റ് ആയി ഒരു 8 വീക്സ്, അതായത് ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഡോക്ടർ നമ്മളോട് ആദ്യത്തെ ഒരു സ്കാൻ പറയും. അതായത് നമ്മൾ പ്രഗ്നൻസി കറക്റ്റായിട്ട് ഹാർട്ട് ബീറ്റൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാനും എല്ലാമായിട്ടുള്ളൊരു സ്കാന്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ന്യൂറൽ ട്യൂബിൻ്റെ ഒക്കെ അറിയാനായിട്ട് നമുക്കറിയാം ഒരു സ്കാനിങ്. പിന്നെ അനോമലി അറിയാനായിട്ട് സ്കാനിങ്. പിന്നെ നമ്മൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു സ്കാനിങ് ചെയ്യും. അതായത് ഒരു 8 മാസം ഒക്കെ ആകുമ്പോൾ ഒരു ലാസ്റ്റ് സ്കാനിങ്, അതായത് കൊച്ചിൻ്റെ വെയിറ്റൊക്കെ അറിഞ്ഞ് ഓക്കെ ആണോ, എല്ലാ കാര്യങ്ങളൊക്കെ അറിയാനായിട്ടൊരു സ്കാനിങ് ഉണ്ട്. ഇവിടെ ലാസ്റ്റ് സ്കാനിങ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയത്തില്ല, ബി-പാസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ബി-പാസ് എന്ന് ഞാനിവിടെ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ മെറ്റേണിറ്റിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കേട്ടത്. കാര്യം പറഞ്ഞാൽ നമ്മൾ പേഷ്യൻസിനെ ട്രയൽ ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് അവരിങ്ങനെ നമ്മളവരെ ഹിസ്റ്ററി എടുക്കുമ്പോൾ പറയും ബി-പാസിൽ പോയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയും, ബി-പാസ്. അപ്പോൾ ഞാനിങ്ങനെ വെച്ച് ബി-പാസ് എന്താ? അപ്പോൾ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ബി-പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പ്രഗ്നൻസി അഡ്വൈസറി സർവീസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. അതായത് നമുക്ക് അപ് ടു 24 വീക്സ് വരെയുള്ള പ്രഗ്നൻസി, ആ പ്രഗ്നൻസി നമുക്ക് തോന്നുവാണ് എനിക്ക് ഈ പ്രഗ്നൻസി വേണ്ട എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്നാൽ മതി. ബി-പാസിൽ ചെല്ലുക, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവർ അഡ്വൈസൊക്കെ തന്നു കഴിഞ്ഞ് നമുക്ക് ആ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാനുള്ള സഹായങ്ങൾ, അതും NHS തന്നെയാണ് കേട്ടോ, സഹായം എല്ലാം അവർ ചെയ്തു തരും. അത് നാട്ടിലെ എനിക്ക് ശരിക്കും എൻ്റയർലി ഡിഫറെൻറ്റ്. നാട്ടിൽ നമുക്ക് അങ്ങനെയൊന്നും ഒരു ടെർമിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇതില്ല, നമുക്ക് ലീഗലായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ നമുക്ക് ലീഗലാണത്. ഇപ്പം നമുക്കൊരു പ്രഗ്നൻസി വേണ്ടേ, അത് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അപ് ടു 24, അതൊരു സമയമുണ്ട് 24 വീക്സ്, അതിനുള്ളിൽ നമുക്ക് അവിടെ അവർ ചെന്ന് കഴിഞ്ഞാൽ ടാബ്ലറ്റോ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരത് ചെയ്ത് സ്കാൻ ചെയ്ത് ഈ വാക്കൊക്കെ അവിടെ തന്നെ ചെയ്യും, എല്ലാ വിധ സൗകര്യങ്ങളൊക്കെ ചെയ്ത് അവർ വിടും. പിന്നെ അവിടെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത വല്ല കാര്യങ്ങൾ, ഇപ്പോൾ പേഷ്യൻസിന് വിടുവാണെങ്കിൽ ചിലപ്പോൾ പേഷ്യൻസിനോട് അവർ പറയും എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള NHS ഹോസ്പിറ്റലിൽ പോവുക, അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും വിടുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ പോയിട്ട് ചിലപ്പോൾ ഒരുപാട് മിസ്കാരേജിൻ്റെ തന്നെ ചിലപ്പോൾ ഒരുപാട് ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പേഷ്യൻസ് ചിലപ്പോൾ ഞങ്ങൾക്ക് വരാറുണ്ട്. ഇപ്പോൾ ബി-പാസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ടാബ്ലറ്റ് കഴിച്ചാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരാറുണ്ട് കേട്ടോ. അതാണ് ബി-പാസ്. അപ്പം നമ്മൾ എയർലി പ്രഗ്നൻസി പറഞ്ഞ പോലെ തന്നെ അടുത്ത ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ കാര്യമാണല്ലോ നമ്മളിപ്പോൾ കൂടുതൽ പറഞ്ഞത്. പിന്നെ അങ്ങോട്ട് വരുന്നത് സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ നമ്മൾ വരുന്നത് ഇപ്പോൾ മെറ്റേണിറ്റി അസസ്മെൻറ്റ് ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതായത് ആഫ്റ്റർ 16 വീക്സ് പോകുന്ന അങ്ങോട്ടാണ്. അത് കഴിഞ്ഞിട്ടുള്ള
20 വീക്സ് തൊട്ട് നമുക്ക് ഏകദേശം അനക്കമൊക്കെ അറിയുന്നത് ക്വിക്കനിങ് എന്ന് പറയും, അനക്കമൊക്കെ അറിഞ്ഞു തുടങ്ങും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ വരുന്ന കൂടുതൽ കോംപ്ലിക്കേഷൻസ് എന്താ, അനക്കക്കുറവുകൾ വരാം, ചിലപ്പോൾ എന്താ ഒട്ടും അനക്കം ഇല്ല എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ്സ് ഒക്കെ ആയിട്ട് വരാം പേഷ്യൻസ്. ഇതേപോലെ തന്നെ വൊമിറ്റിംഗ് ഒക്കെ വരാറുണ്ട്. അങ്ങനെ പല കോംപ്ലിക്കേഷൻസ്. പിന്നെ പ്രഗ്നൻസിയിൽ ഹൈപ്പർ ടെൻഷൻ, പ്രീ എക്ലാംസിയ എന്നൊക്കെ പറയും. അങ്ങനെ കുറച്ച് വിഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് സെപ്പറേറ്റ് വിങ് ഉണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ മാനേജ്മെൻറ്റ് കാര്യങ്ങൾ അത് നാട്ടിലേക്ക് പോലെ ആ ഒരു മാനേജ്മെൻറ്റൊക്കെ പോലെ പോകുന്നു. പിന്നെ നമ്മൾക്ക് ഇപ്പോൾ ബേബിയൊക്കെ ഏകദേശം ഒരു ടേമൊക്കെ ആയി, ഏകദേശം ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അനക്കക്കുറവ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നാൽ നാട്ടിലെ പോലെ തന്നെ പെട്ടെന്ന് എമർജൻസി സി സെക്ഷനും കാര്യങ്ങളും എല്ലാം ഇവിടെ പെട്ടെന്ന് നമ്മൾ CTG എടുത്ത് നോക്കി അതിനകത്ത് കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് എമർജൻസി ആയിട്ട് സി സെക്ഷനൊക്കെ ആയിട്ട് ചെയ്ത് എല്ലാം ആ കാര്യങ്ങളെല്ലാം ഇവിടെ എമർജൻസി ആയിട്ട് തന്നെ ചെയ്ത് അങ്ങനെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഡെലിവറി സെറ്റുണ്ട്. ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ട് ഡെലിവറിയിൽ നമുക്ക് നമ്മുടെ ബെർത്ത് പാർട്ട്ണർ ആരാന്ന് നമുക്ക് തീരുമാനിക്കാം. ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡിന് നമ്മുടെ ബെർത്ത് പാർട്ട്ണർ ആവണമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന് ഡെലിവറിക്ക് കൂടെ കയറാം. അത് നമുക്ക് നാട്ടിലില്ലാത്തൊരു കാര്യമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അതുപോലെ സിസേറിയനാണ്, സി സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീരുമാനിക്കും. ഇപ്പോൾ നമ്മുടെ സിസ്റ്ററിനാണ് നമുക്ക് നമ്മുടെ ബെർത്ത് പാർട്ട്ണറായിട്ട് നമ്മുടെ കൂടെ കയറാൻ നമുക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ അവർക്ക് കയറാം. ആർക്കാന്ന് വെച്ചാൽ അവർക്ക് നമ്മുടെ കൂടെ കയറാം. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ മിഡ് വൈഫാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മിഡ് വൈഫിൽ രജിസ്റ്റർ ചെയ്യണം. നമ്മൾ മിഡ് വൈഫ് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ ഹിസ്റ്ററിയൊക്കെ എടുത്ത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് നമുക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഉള്ളതാണോ ഇതിന് മുന്നേ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് വേണ്ട അഡ്വൈസും കാര്യങ്ങളെല്ലാം തരും. പിന്നെ നമുക്ക് ആൻറ്റിനേറ്റൽ ചെക്കപ്പ് കാര്യങ്ങളെല്ലാം മിഡ് വൈഫിൻ്റെ നിർദ്ദേശപ്രകാരം അതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ആൻറ്റിനേറ്റൽ ചെക്കപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെയും അതുപോലെ തന്നെയാണ്. എല്ലാ കെയറും കാര്യങ്ങളും ചെയ്ത് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ആ ഒരു മൊത്തം പ്രഗ്നൻസിയിലെ മാനേജ്മെൻറ്റ് നാട്ടിലെയും ഇവിടെയും തമ്മിൽ വരുന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ ഏകദേശം എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് കോറിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക കേട്ടോ. എനിക്കറിയാവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം ക്ലിയർ ചെയ്ത് തരാം, അല്ലെങ്കിൽ ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ടാണെങ്കിലും ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ.